ശ്രീമതി ഉമാ തോമസ്. സർ, ചോദ്യം പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്നത് സിൽവർ ലൈൻ റോഡെന്നാണ്. എന്നാൽ പാലാരിവട്ടം കാക്കനാട് സിവിൽ ലൈൻ റോഡിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സർ, മെട്രോ റെയിൽ 2ാം ഘട്ടം JNL സ്റ്റേഡിയം മുതൽ ഇൻഫോ പാർക്ക് വരെയുള്ള പ്രവർത്തനങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തിലേറെയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മെട്രോ MDയുടെ സാന്നിധ്യത്തിൽ ആ പ്രദേശത്തെ നേതാക്കളെയൊക്കെ വിളിച്ച് മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ മെട്രോ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരു റോഡ് പോലും സഞ്ചാരയോഗ്യമാക്കി തന്നിട്ടില്ല സർ. ഇതുമൂലം രൂക്ഷമായ ഗതാഗതക്കുരുക്കും നിത്യേന ചെറുതും വലുതുമായ അപകടങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സഹകരണ ആശുപത്രിയിലെ ഒരു ജീവനക്കാരിയുടെ മരണം ഉൾപ്പെടെ ഇതുമൂലം ഉണ്ടായി സർ. കച്ചവട സ്ഥാപനങ്ങളൊക്കെ മിക്കവാറും അടച്ചുപൂട്ടേണ്ടുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് വണ്ടി നിർത്തി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ് സർ. റോഡിനു മധ്യേ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ മൂലം കാൽനട യാത്രക്കാർക്ക് വളരെ ദൂരം സഞ്ചരിച്ച് വണ്ടികൾ യൂട്ടേൺ എടുക്കുന്നത് പോലെ കുട്ടികളെ കയ്യിൽ പിടിച്ച് ഗ്രാൻഡ് പാരൻസ് ആണ് സർ സ്കൂൾ ബസ്സിൽ കയറ്റിവിടാനായിട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെ അവിടെ മരീചിക പോലെ കാത്തിരിക്കുന്ന 3 ദിവസത്തിലൊരിക്കൽ മാത്രം ലഭ്യമാകുന്ന കുടിവെള്ളത്തിന് ആളുകൾ കാത്തിരിക്കുമ്പോൾ മെട്രോ പ്രവർത്തനം മൂലം ഒരുപാട് പൈപ്പ് ലൈനുകൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരുമായിട്ട് പൈപ്പ് എവിടെയെന്നുള്ള കോർഡിനേഷൻ ഇല്ലാതെയാണ് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സമീപ പ്രദേശത്ത് അദാനിയുടെ പ്രവർത്തനം മൂലം റോഡുകളെല്ലാം തകരാറാക്കുകയും അത് റിസ്റ്റോറേഷൻ വർക്ക് സമയബന്ധിതമായി ചെയ്യാതെയും BMBC ലെവലിലുള്ള റോഡുകൾ പോലും സാധാരണ കോൺക്രീറ്റ് ഇട്ടിട്ട് വഞ്ചി പോലെ ആക്കിയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സർ, ഈ വിഷയങ്ങളെല്ലാം അടിയന്തരമായതുകൊണ്ട് അടിയന്തരമായ ഇടപെടലുണ്ടായി ഇത് നിവൃത്തീകരിച്ചു തരണം സർ. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വിനോദസഞ്ചാര കൊച്ചി മെട്രോയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമീപ റോഡുകൾ കൂടി പൂർണ്ണ ഗതാഗത യോഗ്യമാക്കണമെന്നാണ് ബഹുമാനിയായ ഉമാ തോമസ് ഈ സബ്മിഷനിലെ ആവശ്യമായി ഉന്നയിച്ചിട്ടുള്ളത്. മെട്രോ പ്രവൃത്തിയുടെ ഭാഗമായി കാക്കനാട് സിവിൽ ലൈൻ റോഡും സീപോർട്ട് എയർപോർട്ട് റോഡിൻ്റെ 700 മീറ്റർ ഭാഗവും KMRLന് കൈമാറിയിട്ടുണ്ട്. മെട്രോ വർക്ക് പുരോഗമിക്കുന്ന കാലയളവിൽ പ്രസ്തുത റോഡിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കേണ്ടതിൻ്റെ ചുമതല PWDക്കല്ല KMRLനാണ്. റോഡുകളുടെ പരിപാലനം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച് PWD ഉദ്യോഗസ്ഥർ KMRLന് കത്തുകൾ നൽകിയിട്ടുണ്ട്. സിവിൽ ലൈൻ റോഡിലെ വാട്ടർ അതോറിറ്റി പ്രവൃത്തി പൂർത്തിയായാൽ ഉടനെ റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കുമെന്ന് KMRL അറിയിച്ചിട്ടുണ്ട്. മെട്രോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് PWD മറ്റേതെങ്കിലും റോഡുകളിൽ പ്രശ്നമുണ്ടെങ്കിൽ അക്കാര്യം പ്രത്യേകമായി പരിശോധിക്കാം, ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം.